ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി ചന്ദ്രയെ പറ്റി വാനോളം പൊക്കിപ്പിടിക്കുകയുണ്ട്. മറ്റൊന്നുമല്ല പറയുന്നത്, ഈ ഒരു ബിസിനസ് ഇത്രയധികം ഡെവലപ്പ് ആയതിൻ്റെ പിന്നിൽ ആൻറ്റിയുടെ ഐശ്വര്യമാണ്, ആൻറ്റിയാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത്, ആൻറ്റിയുടെ പേരാണ് ഷോപ്പിൽ വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ ഒരുപാട് പൊക്കിപ്പിടിച്ച് സംസാരിക്കുകയുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ സച്ചി രേവതിയെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. പിന്നീട് സുധി ഇതിൻ്റെ എല്ലാം തന്നെ പിന്നിൽ ആൻറ്റി ആയതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് ഇതിൻ്റെ ഒരു ഓഹരിയുടെ ഷെയർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10,000 രൂപ ചന്ദ്രയുടെ കൈകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര തനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി നിർബന്ധിച്ച് തന്നെ കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛ എത്ര കിട്ടിയാലും തൻ്റെ കയ്യിലേക്ക് എത്ര കിട്ടിയാലും സന്തോഷം വരുന്ന അമ്മയ്ക്ക് യാതൊരു സന്തോഷമില്ല. മാത്രമല്ല തൻ്റെ മകൻ അതായത് ശ്രുതി ഇത്രയധികം വലിയ ബിസിനസ്സൊക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ മുഖത്ത് അതിൻ്റെതായ എന്തെങ്കിലും സന്തോഷം കാണുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് രവി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ആര് പറഞ്ഞ് സന്തോഷമില്ല എന്ന്, എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം മുഖത്ത് അഭിനയിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചി പറയുന്നുണ്ട്, ഇത് ശരിക്കുള്ള സന്തോഷമൊന്നുമല്ല, വേറെ എന്തൊക്കെയോ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ടുള്ള സന്തോഷമാണ് എന്ന് പറയുന്ന സമയത്ത് നിന്നോട് ആരാ പറഞ്ഞു മറച്ചു വെച്ചുകൊണ്ടുള്ള സന്തോഷമാണെന്ന്, എനിക്ക് നല്ല സന്തോഷമുണ്ട്, എൻ്റെ മകൻ ഇത്ര ഇത് സമ്പാദിച്ചല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും മുഖത്തുള്ള ആ ഒരു പേടി വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഉള്ളംകൈയിൽ വെച്ചുകൊണ്ട് പൊക്കി പറഞ്ഞുകൊണ്ടും മാത്രമല്ല ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ ചന്ദ്ര വേഗം പറയുന്നുണ്ട്, ആ ശ്രുതി മതി, നീ ഭക്ഷണം കഴിക്കുക, എനിക്ക് ശ്രുതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകട്ടെ. രണ്ടുപേരുടെ പെരുമാറ്റം വളരെ സംശയത്തോടു കൂടി തന്നെയാണ് സച്ചി നോക്കി കാണുന്നത്. റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നത്, നീ എന്തുദ്ദേശിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്, എനിക്കതിന് പേടിയായിട്ട് മേല, ഇതെങ്ങാനും സച്ചി അറിഞ്ഞ് നീ എന്താ ഉണ്ടാവുമെന്ന് ചിന്തിച്ചൊക്കെ നമ്മുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് സച്ചി ഉറപ്പായും എന്ന് പറയാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒന്ന് പതറുകയാണ്. കാരണം ഇവർ സംസാരിക്കുന്ന എല്ലാം തന്നെ സച്ചി കേൾക്കുന്നുണ്ടോ എന്നൊരു പേടി ഇവരുടെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് രവി പറയുകയാണ്, അതേ മോനെ, ഇങ്ങനെ രേവതി ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രേവതിക്ക് പാചക മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറയാണ്. അതായത് ഹാളിൽ ഇരുന്നുകൊണ്ട് ഇവർ രേവതിയുടെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന നേരത്താണ് സച്ചി ഉറപ്പായും എന്ന് പറയുന്നത്. എന്നാൽ ഇവർ സംസാരിക്കുന്നതിനിടയിൽ തന്നെ കൃത്യമായി സച്ചി ഉറപ്പായും എന്ന് കേൾക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഇവർ പതറുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, അവരവിടെ നിന്ന് സംസാരിക്കുന്നതായിരുന്നു അമ്മേ, ഞാനാകെ പേടിച്ചു പോയി എന്ന് പറയുമ്പോഴത്തേക്കും പേടിക്കുന്നത് നല്ലതാണ്, ഞാൻ പറഞ്ഞ തമാശക്കല്ല, ഈ ഒരു കാര്യം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുകയില്ല, ആ ഒരു ഭയത്തോട് വേണം പോകാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനോട് പറയുന്നുണ്ട്. അതിന് ശേഷം ശ്രുതിനോട് പറയുകയാണ്, അല്ല ശ്രുതി ഇത്ര അധികം വീമ്പിളക്കിയിട്ട് നീ എന്ത് കണ്ടിട്ട് അവക്കടെ മുന്നിൽ നിന്ന് സന്തോഷത്തോടെ ഇരുന്നത്, നാണായില്ല പണമായിട്ട് അങ്ങോട്ടേക്ക് വരാനെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഞാനായിട്ട് കൊണ്ടുവന്നതല്ല അമ്മ, ശ്രുതിയുടെ നിർബന്ധപ്രകാരം അവളായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ഈ കള്ളത്തിൽ സച്ചറിയാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ മറച്ചു പിടിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയോടായിട്ട് സംസാരിക്കുക. മാത്രമല്ല ഇനി മേലിൽ ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തല്ല് നമ്മുടെ ശ്രുതിക്കെട്ടായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പോകാനിറങ്ങുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ശ്രുതി അമ്മയുടെ കയ്യിൽ തന്ന 10,000 രൂപ എനിക്ക് തരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തിരികെ വന്നൊരു തല്ലും കൂടെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, 10,000 അല്ല നിനക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ ഒരു 5 തന്നാൽ മതി എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, തല്ലും കിട്ടി പൈസയും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേ സമയം സച്ചിയാകട്ടെ ചന്ദ്ര ബ്ലൗസ് പീസ് ശ്രുതിയുടെ കയ്യിലായിട്ട് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് താൻ തട്ടിപ്പറിച്ച് മേടിക്കാൻ തുടങ്ങുകയും മാത്രമല്ല അമ്മ ഒരു രീതിക്കും തന്നെ തനിക്ക് ബ്ലൗസ് പീസ് തരാതിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ, അതായത് ശ്രുതി പൈസ കൊടുത്ത സമയത്ത് അമ്മയുടെ മുഖത്ത് തെളിച്ചമുണ്ടായിരുന്നില്ല, എന്തു വന്നാലും ശ്രുതിയും പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന അമ്മ ഒരു വാക്ക് പോലും ചിന്തിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, എന്ത് പറ്റി സച്ചേട്ടാന്ന് ചോദിക്കുമ്പോൾ, അല്ല ശ്രുതിക്ക് ഇത്രയധികം പൈസ കിട്ടിയ ബിസിനസ് ഇത്ര ഡെവലപ്പ് ഉണ്ടായിട്ട് അമ്മ ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പം സച്ചേട്ടൻ ഇതുവരെ അത് വിട്ടില്ല എന്ന് ചോദിക്കുന്നത്, എങ്ങനെ വിടാൻ, ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട് രേവതി, അല്ലെന്നാണെങ്കിൽ ഇത്രയും വലിയ ബിസിനസ് ചെയ്തിട്ട് അമ്മയുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഇന്ന് കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയണം, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതെവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്, എന്തായാലും ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചൊരു തീരുമാനത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഗജാനന്ദനെയാണ് കാണിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഗജാനന്ദൻ ആ നാട്ടിലേക്ക് പിരിവിനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ സച്ചിയുടെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന നാട്ടുകാർക്ക് ഗജാനന്ദന് യാതൊരു വിലയും നൽകുന്നില്ല കേട്ടോ. ഉള്ള പൈസ മുഴുവൻ തന്നു തീർത്തലും പിന്നെ ഈ പലിശയ്ക്ക് എന്ന് പറഞ്ഞ് വരുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ട് നാട്ടുകാർ ചേർന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഗജാനന്ദൻ ഇവരെ പിടിക്കുന്നത്. അപ്പോൾ ഇവർ അതേ രീതിയിൽ തന്നെ ഗജാനന്ദനോടായിട്ട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗജാനന്ദൻ പറയാൻ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കേൾക്കില്ലാലേടാന്നും പറഞ്ഞുകൊണ്ട് ഇവരെ തല്ലാനിടുന്ന സമയത്തൊക്കെ നല്ല കണക്കിന് തന്നെ ഗജാനന്ദൻ്റെ കൂട്ടി വന്ന ആളുകൾക്കും തല്ല് കിട്ടുന്നുണ്ട്. അതിനുശേഷം പോകുന്നതിന് മുന്നേ ഗജാനന്ദനോടായിട്ട് ഇവർ പറയുന്നുണ്ട്, ഇനി മേലിൽ ഇവിടെ പിരിവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് കാല് കുത്തിക്കഴിഞ്ഞാൽ സച്ചിയുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്, ഇനി മേലിൽ നീ ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് താക്കീത് നൽകട്ടെ രണ്ട് നാട്ടുകാരും അവിടെ നിന്ന് പോകുന്നത്.
ഇവർ പോയതിന് തൊട്ട് പുറകെ തന്നെ ഗജാനന്ദൻ മറ്റയാളോട് പറയുന്നുണ്ട്, എന്നിട്ട് വേറെ ആരും തന്നെ കണ്ടില്ല, എനിക്കെന്തായാലും പണ്ടത്തെ പോലെ വിലയൊന്നും ഈ നാട്ടിൽ ആരും തന്നെ തരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലെല്ലാം കാരണം സച്ചിയാണ്. സച്ചി ഉള്ളത് കൊണ്ടാണ് മുതലാളിക്ക് യാതൊരു വിലയും കിട്ടാതെ പോയത്. എന്തായാലും പണ്ടത്തെ പോലെ നാട്ടുകാർക്കൊന്നും മുതലാളിയെ പേടിയൊന്നുമില്ല, ഇനി നമുക്ക് വേറൊരു സ്ഥലം നോക്കേണ്ടി വരുമെന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാവും, ഞാൻ അങ്ങനെ പേടിച്ചു മാറുന്ന ഒരാളല്ല, ഇതിനെല്ലാം തന്നെ പിന്നിൽ ആ സച്ചിയാണുള്ളത്, അവനോട് ഞാൻ പ്രതികാരം വീട്ടിൽ തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഗജാനന്ദൻ തൻ്റെ കൂട്ടാളിയും കൂട്ടിക്കൊണ്ട് അവിടെ നേരെ ചെല്ലുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ്. ഈ സമയത്ത് ലക്ഷ്മിയും ദേവും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങായിരിക്കട്ടെ. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ടുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗജാനന്ദനാണ് ഇയാൾ കാണുമ്പോൾ തന്നെ നല്ല കണക്കിന് തന്നെ ദേവും ലക്ഷ്മിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗജാനന്ദൻ പറയുന്നുണ്ട്, ഈ നാട്ടിലേക്ക് നല്ല വിലയുണ്ടായിരുന്നു, അത് നിങ്ങളുടെ മകളുടെ ഭർത്താവാണ് കളഞ്ഞത് എന്ന് പറയുമ്പോൾ എന്ത് വിലയുണ്ടായിരുന്നു നീ പറയണം, നീ കാരണം പല പാവങ്ങളും ആത്മഹത്യ ചെയ്തു, പലരും ഇവിടുന്ന് ഒളിച്ചോടിപ്പോൾ, അതിനെല്ലാം കാരണം നീയാണ്, ഇപ്പം നീ എന്ത് കാര്യത്തിന് ഇങ്ങോട്ടേക്ക് വന്ന് നിനക്ക് ഞങ്ങൾ പൈസ ഒന്നും തരാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരാനില്ല, പക്ഷേ നിങ്ങളുടെ മകൻ കാരണം നിങ്ങളുടെ മരുമകനും കാരണം എനിക്കിപ്പോൾ ഈ നാട്ടിൽ പോലും കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയായി, ഇതിനെല്ലാം തന്നെ ഞാൻ പ്രതികാരം വിട്ടു, മാത്രമല്ല നിങ്ങൾ പറഞ്ഞല്ലോ പലരെയും ഞാൻ ഓടിച്ചു വിട്ടിട്ടുണ്ട്, ഞാൻ കാരണം പലരെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ, ഇനി പലരെയും ഞാൻ നിങ്ങളറിയാതെ തന്നെ മണ്ണിനടിയിലാക്കിയിട്ടുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെതായ വീരഭാവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗജാനന്ദൻ പറയുകയാണ്. കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇനിയും സച്ചിതേ രീതിക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവനും ഇതായിരിക്കും ഗതിയെന്ന് ഒന്ന് പറഞ്ഞേക്കാൻ പറയുമ്പോഴത്തേക്കും ദേവ് പറയുന്നുണ്ട്, അത് നിനക്ക് നേരിട്ട് പറഞ്ഞാൽ പോലെ ഞങ്ങളോട് ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗജാനന്ദൻ ഒന്ന് പതുങ്ങുന്നുണ്ട്. എവിടെയാണ് ഇനി മേലിൽ ഈ വീട്ടിലേക്ക് വന്നു പോകുന്നത് ഞങ്ങൾ സച്ചിനോടായിട്ട് പറയും, ഞങ്ങളുടെ സച്ചിൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗജാനന്ദൻ നല്ല ആട്ടാട്ടിട്ടാണ് ദേവും ലക്ഷ്മിയും വാതിലടിച്ച് പോകുന്നത്. ഇതെല്ലാം തന്നെ ഗജാനന്ദന് നല്ല തിരിച്ചടി കിട്ടുന്നതാണ്. ഈ സമയത്ത് ഗജാനന്ദൻ ചിന്തിക്കുകയാണ്, എങ്ങനെയാലും സച്ചിനെ വക വരുത്തുന്ന സച്ചിക്ക് വേദനിക്കണമെന്നാണ് രേവതിനെ വേദനിപ്പിച്ചാൽ മതി, രേവതി മുഖേന തന്നെ സച്ചിനോട് പ്രതികാരം വീട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് നിൽക്കുകയാണ് ഗജാനന്ദൻ. പിന്നീട് കാണിക്കുന്ന രവി ഉമ്മറത്തിലേക്ക് വരുന്ന സമയത്താണ് സച്ചി വണ്ടിയിൽ നിന്നൊരു ചെറിയൊരു പൊതി എടുത്തുകൊണ്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കയറി വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ദേവി ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഭയങ്കര സന്തോഷത്തിലാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതച്ച ഭയങ്കര സന്തോഷത്തിലാണ്, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് എന്നതിന് ശേഷം രേവതിനെ വിളിക്കേണ്ട. രേവതി എന്താ സച്ചിയുടെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ നീ വാ, നിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം, ടെറസിലേക്ക് വാ എന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ദേവി ഈ പിള്ളേരൊരു കാര്യം ഇവരുടെ ഈ സന്തോഷം എന്നും നിലനിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രവി ചിന്തിക്കുകയാണ്. അതിനുശേഷം സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറുന്ന സമയത്ത് രേവതി സ്പീഡിൽ കയറുകയാണ്. സച്ചി വേഗം പറയുന്നുണ്ട്, നീ എങ്ങോട്ട് ഇത്ര സ്പീഡിൽ പോകുന്നത്, പതിയെ നടന്നാൽ മതിയെന്ന് പറയാണ്. കാരണം രേവതിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് സച്ചി സംസാരിക്കുന്നത്. എന്നാൽ സച്ചിയുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ടെന്ന് ഒന്നും തന്നെ നമ്മുടെ രേവതിക്ക് അറിയുന്നില്ല കേട്ടോ. രേവതി വേഗം പറയുന്നില്ല, അതിനിപ്പറ്റം ഞാൻ വേഗം പോയി എന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം നീ പതിയെ നടന്നു പോയാൽ മതിയെന്ന് സച്ചി പറയണം. അങ്ങനെ നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് ചെന്നതിന് ശേഷം രേവതി സ്പീഡിൽ നടന്നു പോകുന്ന സമയത്ത് സച്ചി പറയുന്നത്, നീ എങ്ങോട്ട് ഇത്ര സ്പീഡിൽ പോകുന്നത്, നീ പറഞ്ഞില്ലേ നമ്മുടെ റൂമിൻ്റെ കഥക്ക് ഇതാണ്, അതിലേക്ക് പതുക്കെ കയറിയാലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയും പതിയെ റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന രീതിക്ക് കയറുകയാണ്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് കട്ടിലിടണം, തൊട്ട് ചേർന്ന് തൊട്ടിൽ കെട്ടണം, എന്നാൽ മാത്രമാണ് കുഞ്ഞ് എഴുന്നേൽക്കുമ്പം നമുക്ക് തൊട്ടിലാട്ടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ല സച്ചിയേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്, എൻ്റെ സച്ചിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുന്ന കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് എന്താണ് നീ തുറന്നു നോക്കുക എന്ന് സച്ചി പറയുകയാണ്. അങ്ങനെ രേവതി വളരെ സന്തോഷത്തോടെ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞി പാവക്കുട്ടിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഇതെന്താ സച്ചിയുടെ പാവക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ഉണ്ട്, നീ ഇങ്ങോട്ട് താ എന്നും പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ മോളാണ്, ഇവളെ ഞാൻ പാടി ഉറക്കാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ ചുറ്റും ആ പാവയും കൈ പിടിച്ചുകൊണ്ട് രാരീരം പാടിക്കൊണ്ട് നമ്മുടെ സച്ചി നടക്കണം. അതിന് ശേഷം പറയുകയാണത് നമ്മുടെ കുഞ്ഞ് ഇറങ്ങി, ഇനി ഇവിടെ തൊട്ടിൽ കിടത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ കൈകളിലേക്കായിട്ട് ഈ പാവ കൊടുക്കുകയാണ്. രേവതി ആദ്യം മടിച്ചു നിൽക്കുന്ന സമയത്ത് മേടിക്കുക കുഞ്ഞ് എഴുന്നേക്ക്, നീ കുഞ്ഞിനെ മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈകളിലേക്കായിട്ട് ഈ പാവക്കുട്ടിയെ വെച്ചുകൊടുക്കണമെന്ന്. ഇതിന് എന്താണ് കാരണമെന്നൊന്നും തന്നെ വ്യക്തമായി മനസ്സിലാകാൻ നിൽക്കുകയാണ് നമ്മുടെ രേവതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.